السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ, ആ സൂറത്തുൽ ഫാത്തിഹയുടെ അത്ഭുത ഗുണങ്ങളാണ്, അതിൻ്റെ പ്രത്യേകതകളാണ് ചെറിയ രൂപത്തിൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് നമുക്കെല്ലാം അറിയാം. ഖുർആൻ ഫുള്ളായി മുഴുവനായി കാണാതെ പഠിക്കൽ നമുക്ക് നിർബന്ധമില്ല. പക്ഷേ സൂറത്തുൽ ഫാത്തിഹ കാണാതെ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. കാരണം എന്താണ്? നമുക്ക് നിസ്കരിക്കണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അറിഞ്ഞിരിക്കണം. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഈ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത് കാണാം. എന്നാൽ അതിൽ നിന്ന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, സൂറത്തുൽ ഫാത്തിഹയെ ബിസ്മി ചേർത്ത് 41 പ്രാവശ്യം ഓതി ഒരു അസുഖമുള്ളയാൾക്ക് മന്ത്രിച്ചൂതിയാൽ അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ അസുഖങ്ങൾ പിടിപെട്ട് കിടപ്പിലായവരുണ്ടാകാം, അതല്ല കിടപ്പിലായില്ലെങ്കിലും പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം, പല വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം. അവർക്കൊക്കെ മന്ത്രിക്കാൻ പറ്റുന്ന, മന്ത്രി ചൂതിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ 41 പ്രാവശ്യം ഓതിയിട്ട് സുഖമില്ലാത്തൊരാൾക്ക് മന്ത്രി ചൂതിയാൽ അയാളുടെ അസുഖങ്ങൾ ശിഫയാകുന്നതാണ്, അയാൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. ഒരു 10 പ്രാവശ്യം 10 ഫാത്തിഹ ആകുമ്പോൾ ഊതുക, ഒരു 15 ഫാത്തിഹ ആകുമ്പോൾ മന്ത്രി ചൂതുക. ഓരോ ഫാത്തിഹ ഊതണമെന്നില്ല, ഇനി ഓരോന്നും മന്ത്രി ചൂതിയാലും നല്ലതാണ്. ഇഷ്ഫി എന്നാണ് മന്ത്രി ചൂതേണ്ടത്. ഇനി നോക്കൂ, സുബഹി നിസ്കാരത്തിൻ്റെയും ആ സുബഹയുടെ സുന്നത്തിൻ്റെയും ഇടയിൽ ഫാത്തിഹയെ ബിസ്മി ചേർത്ത് 41 പ്രാവശ്യം മുടങ്ങാതെ ഓതിയാൽ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ കാണാം. മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ മിക്കവരും ഇത് തുടർന്നു വന്നവരായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ബിസ്മി ചേർത്ത് പറയാൻ കാരണം എന്താ? ഷാഫിഈ മദ്ഹബ് പ്രകാരം സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ടതാണ് ബിസ്മി. എല്ലാ സൂറത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മി നമുക്ക് കാണാം. എന്നാൽ എല്ലാ സൂറത്തിലും ബിസ്മിക്ക് 1 എന്ന് നമ്പർ കൊടുക്കാറില്ല. അത് ഫാത്തിഹയിൽ നോക്കിയാൽ 1 എന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിസ്മി എന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത്, അത് ഫാത്തിഹയിലെ ഒരായത്താണ് എന്നാണ് ഷാഫിഈ മദ്ഹബ് പ്രകാരം. ഷാഫിഈ ഇമാമിൻ്റെ അഭിപ്രായത്തിൽ അത് ഫാത്തിഹയിൽ പെട്ടതാണ്. എന്നാൽ മറ്റു പല മദ്ഹബുകളിലും ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല. അപ്പോൾ ഫാത്തിഹയിൽ ഒരായത്തായി കണക്കാക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ബിസ്മി ചേർത്ത് തന്നെ ഓതണം, ബിസ്മി ആ ഫാത്തിഹയിൽ ഉണ്ടായിരിക്കണം, ബിസ്മി ചേർത്ത് തന്നെ ഓതണം എന്ന് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ ഓതിയാൽ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ കാണാം. സുബഹി നിസ്കാരത്തിൻ്റെയും സുബഹയുടെ സുന്നത്തിൻ്റെയും, ബാങ്ക് കൊടുത്താൽ ഉടനെ നമ്മൾ സുബഹയുടെ സുന്നത്ത് നിസ്കരിക്കും. ആ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പായി 41 പ്രാവശ്യം ഫാത്തിഹ ഓതിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണാം. മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ, സന്താനമില്ലാത്തവർ, മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവർ ഈ മേൽപ്പറഞ്ഞ, നമ്മളിപ്പോൾ പറഞ്ഞ രൂപത്തിൽ തന്നെ 44 ദിവസം ഓതിയാൽ, എങ്ങനെ? സുബഹി നിസ്കാരത്തിൻ്റെയും സുബഹയുടെ സുന്നത്തിൻ്റെയും ഇടയിൽ 41 ഫാത്തിഹ വീതം 44 ദിവസം തുടർച്ചയായിട്ട് ഓതിയാൽ അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നതാണ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർ ചെയ്യാനുള്ള ഒരു അമലാണ് സുബഹി ബാങ്ക് കൊടുത്തു കഴിയുമ്പോൾ സുബഹയുടെ സുന്നത്ത് നിസ്കരിക്കുക. അതിനുശേഷം സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പായി 41 പ്രാവശ്യം ഫാത്തിഹ ഓതി ദുആ ഇറക്കുക. ഇത് 44 ദിവസം തുടരെ ചെയ്യുക. അങ്ങനെ ചെയ്താൽ
മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരി സഹോദരന്മാർ അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മഹാന്മാർ പഠിപ്പിക്കുന്നു, ഇങ്ങനെ 44 ദിവസം ചെയ്തു കഴിയുമ്പോഴും മക്കൾ ഉണ്ടായില്ല എങ്കിൽ വീണ്ടും ഇത് 44 ദിവസം കൂടി ആവർത്തിക്കണം. രണ്ടാമത്തെ 44 ദിവസം അങ്ങനെ ചെയ്തിട്ടും തുടരെ 44 ദിവസം ചെയ്തു, എന്നിട്ട് ഫലം കണ്ടില്ല എങ്കിൽ ഒന്നുകൂടി അങ്ങനെ 44 ദിവസം ചെയ്യണം. നമ്മൾ കുറച്ച് ക്ഷമ വേണം. വീണ്ടും അതിനും ഫലം കണ്ടില്ല എങ്കിൽ ഒരു 44 ദിവസം കൂടി നിങ്ങൾ ചെയ്താൽ 100% ഫലം കണ്ടിരിക്കും. അപ്പം ചിലർക്ക് ആദ്യത്തെ 44 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഫലം കാണാം. മറ്റു ചിലർക്ക് രണ്ടാമത്തെ 44 ദിവസം ഓതുമ്പോൾ ഫലം കാണാം. ഇനി ആരായിരുന്നാലും എല്ലാവർക്കും മൂന്നാമത് പ്രാവശ്യവും ഇത് ചെയ്താൽ 44 ദിവസം ഇങ്ങനെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും അവർക്ക് ഫലം കിട്ടുന്നതാണ്. പക്ഷേ ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല എന്നൊരു നിബന്ധനയുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങിപ്പോകാൻ പാടില്ല എന്ന നിബന്ധനയുണ്ട്. മുടങ്ങാതെ ചെയ്താൽ 100% ഉറപ്പാണ് അവർക്ക് മക്കളുണ്ടായിരിക്കും എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നോക്കൂ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഫാത്തിഹയുടെ ആ പ്രത്യേകത പറയുകയാണ്. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 7 പ്രാവശ്യം മുടങ്ങാതെ ഓതിക്കൊണ്ടിരുന്നാൽ പല നേട്ടങ്ങളും അവൻ്റെ ജീവിതത്തിലുണ്ടാകും. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ളുഹൂർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി എല്ലാ ഫർള് നിസ്കാരങ്ങളുടെ ശേഷവും 7 പ്രാവശ്യം വീതം ഓതൽ പതിവാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ വീണ്ടും നിങ്ങൾ നോക്കൂ, എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 20 പ്രാവശ്യം ദായിമാക്കിയാൽ അവന് സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 20 ഫാത്തിഹ ഓതി ദുആ ഇരുന്നാൽ അവന് ധാരാളം സമ്പത്ത് കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും അത് പറഞ്ഞു, എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 20 പ്രാവശ്യം ഓതിയാൽ സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. ഇനി നോക്കൂ, സുബഹി നിസ്കാരത്തിന് ശേഷം 125 പ്രാവശ്യം ഓതി വന്നാൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. സുബഹി നിസ്കാരത്തിന് ശേഷം 125 പ്രാവശ്യം ഫാത്തിഹ ഓതിയിട്ട് ദുആ ഇരുന്നാൽ അല്ലാഹു അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് നിറവേറ്റി കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം, സൂറത്തുൽ ഇഖ്ലാസ് 1 പ്രാവശ്യം, സൂറത്തുൽ ഫലഖ് 1 പ്രാവശ്യം, സൂറത്തുൽ നാസ് 1 ഇങ്ങനെ പതിവാക്കിയാൽ മരണം ഒഴികെ ഒരാപത്തും അവൻ അടുക്കുകയില്ല. മരണം പിന്നെ എല്ലാവരെയും പിടികൂടുമല്ലോ. മരണമല്ലാത്ത മറ്റൊരാപത്തും, മരണം എന്തോ എന്ന് പറഞ്ഞാലും മരണം പിടികൂടും. എന്തെങ്കിലും ഒരു ദിവസം മരിച്ചിരിക്കും. അപ്പോൾ മരണമല്ലാത്ത ഒരാപത്തും അവനെ പിടികൂടുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. വളരെ സിമ്പിളാണ് കേട്ടോ, എല്ലാവരും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കിടക്കാൻ ബെഡിൽ പോയി നമ്മൾ ഇരിക്കുമ്പോഴേ ആ കിടക്കാൻ ചെന്ന് ഇരിക്കുമ്പോൾ ഒരു ഫാത്തിഹ ഓതുക, സൂറ ഖുൽ ഹുവല്ലാഹു 1 പ്രാവശ്യം ഓതുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 1 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 പ്രാവശ്യം. ഇങ്ങനെ ഓതിയാൽ ഒരാപത്തും അവന് പിടിപെടുകൂല, ഒരാപത്തും ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇനി നോക്കൂ, ശരീരവേദനയും പുറം വേദനയും മാറുവാൻ സൂറത്തുൽ ഫാത്തിഹ ഓതി ശരീരത്തിൽ തടവുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് കൈയുടെ വെള്ളയിലേക്ക് മന്ത്രിച്ചോതി ഇഷ്ഫി എന്ന് ഓതിയിട്ട് ശരീരം മുഴുവൻ തടവുക. എന്നാൽ ശരീരവേദനയും പുറം വേദനയും എല്ലാം മാറിക്കിട്ടുന്നതാണ്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ വേദനകളും മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നീ നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ 70 പ്രാവശ്യം ഓതി വെള്ളത്തിൽ ഊതി കുടിച്ചാൽ അവന് നല്ല അറിവ് ലഭിക്കുന്നതാണ്, നല്ല ബുദ്ധി ലഭിക്കുന്നതാണ്. ഇങ്ങനെ 7 ദിവസം തുടർച്ചയായി ചെയ്യണമെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ 70 പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കണം. എന്നാൽ അവന് നല്ല ഇൽമ് കിട്ടുന്നതാണ്, അറിവ് കിട്ടുന്നതാണ്. അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ വീണ്ടും പഠിപ്പിക്കുന്നു, സൂറത്തുൽ ഫാത്തിഹ സുബഹി നിസ്കാരത്തിൻ്റെയും സുബഹയുടെ സുന്നത്തിൻ്റെയും ഇടയിൽ 41 പ്രാവശ്യം ഓതിയാൽ കണ്ണ് രോഗങ്ങളിൽ നിന്നും പല്ല് രോഗങ്ങളിൽ നിന്നും അവന് മോചനം കിട്ടുന്നതാണ്. കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അതുപോലെ പല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ഇതിൽ നിന്നെല്ലാം അവന് മോചനം ലഭിക്കാം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, പല്ല് പൊട്ടി അല്ലെങ്കിൽ പല്ല് പഴുത്ത്, പല്ലിൻ്റെ ഊന് പഴുത്ത് അവസാനം ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാൻസർ. എത്ര പേരുണ്ട് വായിൽ ക്യാൻസർ വരുന്നവർ?
വായിൽ ക്യാൻസർ വന്ന എത്രയോ ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ പല്ലുവേദനയായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്, പല്ലിൻ്റെ ഊന് പഴുത്തത് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ചെന്ന് നോക്കുമ്പോൾ ക്യാൻസറാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ പല്ല് സംബന്ധമായ വായ സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും കണ്ണ് സംബന്ധമായ അസുഖങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ സൂറത്തുൽ ഫാത്തിഹ സുബഹി നിസ്കാരത്തിൻ്റെയും സുബഹയുടെ സുന്നത്തിൻ്റെയും ഇടയിൽ 41 പ്രാവശ്യം ഓതുക. എന്നാൽ അള്ളാഹു ഷിഫ ഈ എല്ലാവിധ കണ്ണ് രോഗങ്ങളിൽ നിന്നും വായ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ നൽകുന്നതാണ്, മോചനം നൽകുന്നതാണ്. ഇനിയും ആരെങ്കിലും ഏതെങ്കിലും യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ 41 പ്രാവശ്യം ഓതിയാൽ ആ യാത്ര തീരുവോളം റബ്ബിൻ്റെ കാവലിലായിരിക്കും. അതായത് റബ്ബ് അവനെ സംരക്ഷിക്കുന്നതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് സൂറത്തുൽ ഫാത്തിഹ 41 പ്രാവശ്യം ഓതണം. അപ്പോൾ നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുന്ന യാത്രയാണെങ്കിൽ ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാം റെഡിയായി ഒരു 41 ഫാത്തിഹ ഓതാനുള്ള സമയത്തിന് മുമ്പ് തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 41 ഫാത്തിഹ ഓതി ദുആരക്കുക. എന്നാൽ അവൻ്റെ യാത്ര ഫുള്ളായി, യാത്രയിലുടനീളം അള്ളാഹുവിൻ്റെ കാവലുണ്ടാകുന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ 1,25,000 ഓതിയവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടുമെന്നും ഒരു സംശയവും അതിന് വേണ്ട എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ 1,25,000 പ്രാവശ്യം ഫാത്തിഹ ഓതിയ ഒരു മനുഷ്യൻ അവൻ ഒറ്റ ദിവസം കൊണ്ട് ഓതണ്ട, പല ദിവസങ്ങളായിട്ട് ഓതിയാൽ മതി. അങ്ങനെ എണ്ണം പൂർത്തിയാക്കി കഴിയുമ്പോൾ ദുആരക്കുക. അവൻ എന്ത് ആവശ്യങ്ങളാണെങ്കിലും എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും ഒരു സംശയം വേണ്ട, പൂർത്തീകരിക്കപ്പെടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം ഓതിയിട്ട് ശരീരത്തിൻ്റെ വേദനകൾ മാറാൻ, അവയവങ്ങളുടെ വേദനകൾ മാറാൻ, അവനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവൻ്റെ എല്ലാ വേദനകളും മാറിക്കിട്ടാൻ വേണ്ടി സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം ഓതിയിട്ട് അതിനുശേഷം അല്ലാഹുമ്മ അദ്ഹിബ് അന്നി സൂഅ മാ അജിദു വഫഹ്ശഹു ബിദഅവതി നബിയിക മുഹമ്മദിനിൽ മുബാറക്കിൽ മക്കീനിൽ അമീൻ ഇൻദക എന്ന ദുആ 7 പ്രാവശ്യം ഓതിയാൽ അവൻ്റെ എല്ലാ വേദനകളും മാറുന്നതാണ്. അപ്പോൾ ശാരീരിക വേദനയായാലും കാൽമുട്ട് വേദനയായാലും പുറം വേദനയായാലും കഴുത്ത് വേദനയായാലും തലവേദനയായാലും അവൻ്റെ ശരീരത്തിൻ്റെ എന്ത് വേദനകളാണെങ്കിലും മാറാൻ വേണ്ടി 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക. 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതിനുശേഷം ഞാൻ പറയുന്ന ഈ ദുആയും 7 പ്രാവശ്യം ചൊല്ലുക. അവൻ്റെ എല്ലാ വേദനകളും മാറുന്നതാണ്. ഒന്നുകൂടി ആ ദുആ പറഞ്ഞു തരാം. അല്ലാഹുമ്മ, എല്ലാവരും എഴുതിയെടുക്കണം. അല്ലാഹുമ്മ അദ്ഹിബ് അന്നി സൂഅ മാ അജിദു വഫഹ്ശഹു ബിദഅവതി നബിയിക മുഹമ്മദിനിൽ മുബാറക്കിൽ മക്കീനി മുഹമ്മദിനിൽ മുബാറക്കി അൽ മക്കീനിൽ അമീൻ ഇൻദക അല്ലാഹുമ്മ അദ്ഹിബ് അന്നി സൂഅ മാ അജിദു വഫഹ്ശഹു ബിദഅവതി നബിയിക മുഹമ്മദിനിൽ മുബാറക്കിൽ മക്കീനിൽ അമീൻ ഇൻദക. ആർക്കെങ്കിലും ദുആ എഴുതിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ അവർക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫോട്ടോ അയച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ഒരുപാട് അതിൻ്റെ പ്രത്യേകതകൾ പറയാനുണ്ട്. നമ്മുടെ ക്ലാസ് നീണ്ടുപോകും എന്നതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ സൂറത്തുൽ ഫാത്തിഹ പതിവാക്കുകയും അതുപോലെ മന്ത്രിക്കുകയും ഒക്കെ ചെയ്യുക. ഇനിയും മറ്റുള്ള ക്ലാസ്സുകളിൽ ഇനിയും അതുപോലുള്ള പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.